വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവനില്ലാതെ തയ്യാറാക്കിയിട്ടുള്ള ഒരു 1 kg തൂക്കം വരുന്ന റെയിൻബോ കേക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മളിതിലെ കേക്ക് മാത്രമാണ് റെയിൻബോ ആയിട്ടുള്ളത്. ഐസിങ് ഞാൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ റെയിൻബോയുടെ ഒരു ജെല്ല് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തതാണ്. ഐസിങ് തന്നെ റെയിൻബോ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്ക് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഈ സേവനം തികച്ചും സൗജന്യവുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ 4 എഗ്ഗ് അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം അതിൻ്റെ വൈറ്റ് ഒന്ന് ബീറ്റാക്കി എടുക്കുകയാണ്, എഗ്ഗ് വൈറ്റ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇതിനകത്തേക്ക് ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഏകദേശം അതിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമ്മൾ അതിൽ ബാക്കിയാക്കിയിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയുടെ 1/4 ഭാഗം നമ്മൾ ചേർത്ത് നന്നായി സ്റ്റിഫ് പീക്സ് ആയിട്ട് വരുന്നത് വരെ ബീറ്റാക്കി അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ യെല്ലോ പോർഷന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ഓയിലും ഒരു 70 ml പാലും. 70 ml എന്ന് പറയുമ്പോൾ 1/3 കപ്പിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ കുറച്ചെടുത്താൽ മതി. അതുകൂടെ ചേർത്തു. ബാക്കിയുള്ള പഞ്ചസാരയും ചേർത്തു. 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 100 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 100 ഗ്രാം ആയിരിക്കും. കറക്റ്റ് ആവില്ല, പക്ഷേ ഓൾമോസ്റ്റ് 100 ഗ്രാമിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അതുണ്ടാവുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇത് ഞാൻ അവസാനമാണ് ചേർത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ അരിച്ചാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഈ ബാറ്ററിൽ ഞാൻ അവസാനമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം വിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് വൈറ്റ് അല്ലെങ്കിൽ മെറിങ്ക് ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്റർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സ്ലോയിൽ വേണം ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് വൈറ്റിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ആദ്യം ചേർത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് മിക്സ് ചെയ്തെടുക്കാനും പറ്റും. അതിൻ്റെ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ വളരെ സ്ലോയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി തന്നെ മിക്സാക്കി കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഓവനിലല്ല ഈ ബാറ്റർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊരു സോസ് പാനിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ സോസ് പാൻ ആദ്യമേ തന്നെ നല്ല ക്ലീനാക്കി വെക്കണം. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു 1/4 കപ്പ്, 1/2 കപ്പിനേക്കാളിലും കുറച്ച് കൂടുതൽ ബാറ്റർ എടുക്കുക. എന്നിട്ട് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതല്ലെങ്കിൽ നിങ്ങൾ മൊത്തം ബാറ്ററി നിങ്ങൾ ഒരു 6 പോർഷനാക്കി മാറ്റുക. 7 കളർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 7 കളർ എടുക്കാം. അപ്പോൾ 1/2 കപ്പ് മതിയാവും. അതല്ലെങ്കിൽ ഇതുപോലെ 6 പോർഷനാക്കി മാറ്റിയിട്ട് അതിലേക്ക് ഓരോ കളറായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഓരോ പോർഷനും ഓരോ കളർ ചേർത്തിട്ടുള്ള പോർഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 7 ഇഞ്ചിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അത് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ആദ്യമേ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള കളറ് ചേർത്തിട്ടുള്ള ബാറ്റർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വളരെ ലോ ഫ്ലെയിമിൽ, വെരി ലോ ഫ്ലെയിമല്ല, സാധാരണ നമ്മൾ ബർണർ തിരിച്ചു കഴിഞ്ഞാൽ വരുന്ന ആ ലോ ഫ്ലെയിമിൽ, അടിയിൽ തട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ഒന്ന് 5 മിനിറ്റ് നേരം ബേക്ക് ചെയ്തെടുക്കാം.
ഇത് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് സമയം ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബാറ്ററൊക്കെ റെഡിയാക്കുന്ന സമയത്തേക്ക് ഫസ്റ്റിലത്തത് ഞാൻ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ബാക്കി റെഡിയാക്കി വെച്ചതുകൊണ്ട് തന്നെ നമ്മളിത് സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിക്കുക, എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കൊന്നും ആയിരിക്കില്ല, എന്നാലും നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. 5 മിനിറ്റ് ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററൊന്നും അതിൻ്റെ ആ ഒരു ശരിക്കുള്ള പരുവം മാറാതെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ എല്ലാ കളർ ചേർത്തിട്ടുള്ള ബാറ്ററും ഇതുപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റൊക്കെ തന്നെയാണ്, സോഫ്റ്റിനൊന്നും ഒരു കുറവൊന്നും വരില്ല. അപ്പോൾ ഞാനിത് നന്നായി തണുത്തതിന് ശേഷം ഐസിങ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അവിടെ പറ്റിയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഇതുപോലെ സിമ്പിൾ സിറപ്പ് വെച്ചിട്ട് നനച്ച് കൊടുക്കുക നന്നായിട്ട് തന്നെ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കുക. ഞാനിപ്പം പ്ലെയിൻ ക്രീമാണ്, കളർ ചേർക്കാത്ത ക്രീമാണ്. കേക്കിൽ മാത്രമാണ് കളർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ കളർ ചേർത്തിട്ടുള്ള ക്രീം വെച്ച് ചെയ്യുന്ന വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ കളർ ചേർത്തിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മിക്കവാറും പ്ലെയിൻ ആയിട്ടുള്ള കേക്കും ഐസിങ് കളറുമായിട്ടാണ് കിട്ടാറ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ഫസ്റ്റിലെ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഫസ്റ്റ് ലെയർ വെച്ചപ്പോൾ കുറച്ച് സ്പ്രിങ്കിൾസ് സ്പ്രെഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ മുതൽ കുറച്ച് റെയിൻബോ കളറിൽ വരുന്ന വെർമിസെല്ലിയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. റെയിൻബോ കളറിൽ വരുന്ന വെർമിസെല്ലി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ വെച്ചിട്ട് സെയിം പ്രോസസ്സ് നനച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് വെർമിസെല്ലി വീണ്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വെർമിസെല്ലി ഞാൻ ഇതൊരു റെയിൻബോ കേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കളർഡ് വെർമിസെല്ലി ഉപയോഗിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഏതെങ്കിലും ഫ്രൂട്ട് ക്രഷോ അതല്ലെങ്കിൽ ചോക്ലേറ്റ്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ആക്കി എടുക്കാവുന്നതാണ്. സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. നല്ല സ്മൂത്താക്കി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഈ കേക്ക് മൊത്തമായിട്ട് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് വിപ്പ് ചെയ്യുന്നതൊന്നും കാണിക്കാതിരുന്നത്, അത് വിപ്പ് ചെയ്യുന്നതിൻ്റെ കുറിച്ചുള്ള വീഡിയോ ഞാൻ 2 എണ്ണം ഓൾറെഡി ഇട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. പിന്നെ കളർ ചേർത്ത് വിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാ ലെയറും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് ഐസിങ് ചെയ്ത് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണം. നന്നായി തന്നെ കവർ ചെയ്തെടുക്കുക ക്രീം വെച്ചിട്ട്. ഇതുപോലെ ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ക്വിക്ക് ഐസിങ് ടിപ്പ് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ഓൾമോസ്റ്റ് മുഴുവനായിട്ടും തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് 5 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ചൂട് കൂടുതലായതുകൊണ്ട് ക്രീം പെട്ടെന്ന് മെൽറ്റാകുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ജെല്ലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ന്യൂട്രൽ ജെല്ലാണ്. ഓരോ ടീസ്പൂൺ, സാധാരണ നോർമൽ സ്പൂണിന് 1 സ്പൂണാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കണമെന്ന് മസ്റ്റൊന്നുമല്ല, വേണമെങ്കിൽ ഒന്ന് ഡ്രോപ്പായിട്ട് വീഴാൻ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇറ്റിച്ച് കൊടുക്കാം ഒരല്പം വെള്ളം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കളർ ചേർത്ത് കൊടുക്കുക. എത്ര കളർ വേണോ നിങ്ങൾക്ക് അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏതൊക്കെ കളറാണോ കേക്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആ കളർ തന്നെയാണ് എല്ലാത്തിലും ചേർക്കുന്നത്. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ, ഓറഞ്ച്, വയലറ്റ്.
എല്ലാ കളറും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജെൽ കളറാകുമ്പോൾ ഒരു സ്പൂണിലേക്ക് ഒരു ഡ്രോപ്പിൻ്റെ പകുതി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു ഡ്രോപ്പ് ആയാൽ തന്നെ നല്ല കളറായിരിക്കും കിട്ടുന്നത്. ലിക്വിഡ് കളറാകുമ്പോൾ കുറച്ചുകൂടെ ഇതിലൊക്കെ ചേർക്കുമ്പോൾ ലിക്വിഡ് കളറാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ ആ ഒരു പരുവം റെഡിയായി കിട്ടാനും കളറും കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. ഞാൻ ക്രീം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ജെല്ല് നമുക്ക് ഇതിലേക്ക് ഡ്രോപ്പായിട്ട് വീഴുന്ന രീതിയിൽ സൈഡിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 1-2 ഡ്രോപ്പ് ഒരു കളർ വെച്ച് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് കളറ് അതിനോട് തൊട്ട് തന്നെ 1-2 ഡ്രോപ്പായിട്ട് വീഴുന്ന രീതിയിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ കളറും ആൾട്ടർനേറ്റീവായിട്ട് വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ടും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള ക്രീമിൽ കളർ ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ബോർഡറൊക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പം ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ഒരു ഷെൽ ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. താഴെയും വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കുറച്ചുകൂടെ നമ്മൾ നേരത്തെ ഇടയിലിടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ സ്പ്രിങ്കിൾസ് ഉണ്ടല്ലോ, വെർമിസെല്ലി കളേർഡ്, അത് കുറച്ച് സൈഡിലൂടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം വളരെ പ്ലെയിൻ ആയിട്ടിരിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഓവൻ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം, എന്നാലേ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ എളുപ്പം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കർ ഉപയോഗിച്ചാലും മതി. ഒരു 3 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 ഇഞ്ചിൻ്റെ വലുപ്പത്തിലുള്ള കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.